നമസ്കാരം. ഐഷാം ഐഡിയാസിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടായിട്ടും ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം പോളിംഗ് ബൂത്തിൽ എത്താൻ കഴിയാത്ത ഒരുപാട് പേർ നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കിയ വലിയൊരു സംവിധാനമാണ് വീട്ടിലിരുന്നുള്ള വോട്ടിംഗ്. ഇത് ആർക്കൊക്കെ ലഭിക്കും? എങ്ങനെ അപേക്ഷിക്കണം? ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന്? ഇതെല്ലാം വളരെ വിശദമായി ഇന്ന് നമ്മൾ സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ പ്രായമായവരോ ഭിന്നശേഷിക്കാരോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് വലിയൊരു സഹായകമാകും. എല്ലാവർക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാൻ കഴിയില്ല. പ്രധാനമായും 2 വിഭാഗക്കാർക്കാണ് ഈ സൗകര്യം. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ. വോട്ടർ പട്ടികയിലെ രേഖകൾ പ്രകാരം 85 വയസ്സ് കഴിഞ്ഞവർക്ക് ഇതിന് അർഹതയുണ്ട്. ഭിന്നശേഷിക്കാർ. 40% മുകളിൽ വൈകല്യമുള്ളവർക്ക് ഈ സൗകര്യം ഉപയോഗിക്കാം. ഇവരുടെ കയ്യിൽ അംഗീകൃത മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇതുകൂടാതെ അത്യാവശ്യ സർവീസുകളിൽ ജോലി ചെയ്യുന്നവർക്കും പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ സൗകര്യം നൽകാറുണ്ട്. ഇതിനായി നമ്മൾ പൂരിപ്പിക്കേണ്ടത് ഫോം 12D ആണ്. ഇത് എവിടെ നിന്ന് കിട്ടും എന്ന് പലരും ചോദിക്കാറുണ്ട്. സാധാരണയായി തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബൂത്തിലെ BLO നേരിട്ട് വീട്ടിൽ വന്ന് അർഹരായവർക്ക് ഈ ഫോം നൽകും. ഇനി അവർ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് BLOയെ നേരിട്ട് സമീപിച്ച് ഈ ഫോം വാങ്ങാവുന്നതാണ്. ഫോം പൂരിപ്പിക്കുമ്പോൾ പേര്, വോട്ടർ ID നമ്പർ, വിലാസം, ഫോൺ നമ്പർ എന്നിവ തെറ്റാതെ നൽകണം. ഭിന്നശേഷിക്കാരാണെങ്കിൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൂടി ഉള്ളടക്കം ചെയ്യണം. നിങ്ങൾ അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ അത് പരിശോധിക്കും. അതിനുശേഷം വോട്ട് രേഖപ്പെടുത്താനായി 2 ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീട്ടിലെത്തും. ഒരു പോളിംഗ് സ്റ്റേഷനിൽ ഉള്ളതുപോലെ തന്നെ രഹസ്യമായി വോട്ട് ചെയ്യാനുള്ള സൗകര്യം അവർ അവിടെ ഒരുക്കും. വോട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ റെക്കോർഡിങ്ങും സുരക്ഷയ്ക്കായി പോലീസ് സാന്നിധ്യവും ഉണ്ടാകും. നിങ്ങൾ വോട്ട് ചെയ്ത ബാലറ്റ് പേപ്പർ അവർ ഒരു പെട്ടിയിലാക്കി സീൽ ചെയ്ത് കൊണ്ടുപോകും. അതുകൊണ്ട് ഇത് തികച്ചും സുരക്ഷിതമാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഫോം 12D നൽകിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ബൂത്തിൽ പോയി വോട്ട് ചെയ്യാൻ അനുവാദമുണ്ടാവില്ല. അതുകൊണ്ട് വീട്ടിൽ തന്നെ വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഇത് നൽകുക. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 5 ദിവസത്തിനുള്ളിൽ ഈ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ അറിവ് എല്ലാവരിലേക്കും എത്തിക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസുകൾ ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.